ഹായ് സുഹൃത്തുക്കൾ, ഇന്ന് ഞങ്ങളുള്ളത് ബേപ്പൂരാണ്. ബേപ്പൂർ ബേപ്പൂർ ചാലി എന്ന സ്ഥലത്താണ് ഞങ്ങളുള്ളത്. ഇവിടെ ബേപ്പൂർ ഫെസ്റ്റിന്റെ ബേപ്പൂർ ഫെസ്റ്റ് എഴുതി വെച്ചിരിക്കുന്നത്. ബേപ്പൂർ ഫെസ്റ്റിന്റെ ഭാഗമായി രണ്ട് ഭാഗമുണ്ട്. ചാലിയം ഇവിടെയും ബേപ്പൂരിന്റെ അപ്പുറത്തും. ജങ്കാറ് കയറിയിട്ട് ഇങ്ങോട്ട് വന്ന ചാലിയം, ഇതിന്റെ അപ്പുറത്ത് ബേപ്പൂർ. ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഭാഗമായിട്ട് വാട്ടർ ഫെസ്റ്റ് ആണ് ഈ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഉള്ളത് ഇപ്പോൾ ഗുരുക്കളം മകള് ജിംനാസ്റ്റിക്സ് കൂടെ ഗുരുക്കളും ഇതുപോലെ പൂർവികർ എല്ലാവരും കൂടി ചേർന്ന് ഇവിടെ കളരിപ്പയറ്റ് അവതരിപ്പിക്കുന്നുണ്ട്. CVN കളരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. CVN കളരി കോഴിക്കോട്. അതിൻ്റെ മറ്റൊരു ബ്രാഞ്ചാണ് ഇങ്ങനെ നടത്തുന്നത്, മധുരക്കണ്ടി CVN കളരിപ്പയറ്റ്. അപ്പോൾ അതിലേക്കാണ് നിങ്ങളെല്ലാവരും ഞങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഓക്കെ, ഗുരുക്കൾക്ക് എന്താ പറയണ്ടോ? ഓക്കെ, എന്തായാലും എന്താ പറയുക, നമ്മളെ ഈ പരിപാടികളൊക്കെ നന്നായിട്ട് കാണുക, പ്രോത്സാഹിപ്പിക്കുക. നമ്മളെ ആയോധന കല നമുക്ക് കിട്ടിയിരിക്കുന്ന വരം. സുഹൃത്തുക്കളെ, ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് എല്ലാ വർഷവും നടക്കാറുണ്ട്. ഈ വർഷം അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ കലാപരിപാടികളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അതുകൂടാതെ ഇങ്ങനെ വാട്ടർ ഫെസ്റ്റ് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട്. ലോകത്തിലെ ആയോധന കലകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കളരിപ്പയറ്റ് നടക്കാവ് CVN കളരി സംഘം ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അഭിമാനത്തോടുകൂടി അവതരിപ്പിക്കുന്നു. കളരിപ്പയറ്റില് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഏതൊരു യുവത്വത്തിനും അല്ലെങ്കിൽ ഏതൊരു പ്രായത്തിലുള്ള വ്യക്തിക്കും എപ്പോഴും പഠിച്ചു തുടങ്ങാവുന്ന ഒരു ആയോധന അഭ്യാസമാണ് ശരിയായ മനസ്സും ശരിയായ ശരീരവും എന്ന ഒരു മോട്ടോ അല്ലെങ്കിൽ ആപ്തവാക്യം എന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെടാം. സോ കളരിപ്പയറ്റ് ഇന്ന് ഞങ്ങളിവിടെ ആദ്യം അവതരിപ്പിക്കുന്നത് എന്ന് പറയുന്നത്, കളരിപ്പയറ്റിന്റെ നമ്മളൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഒരു ദൈവികമായ കലയാണ്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം കലാരൂപം. ഞങ്ങൾ വന്ദനത്തോടു കൂടിയാണ്, കളരി വന്ദനത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. മറ്റ് ആയോധന കലകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ കളരി വന്ദനത്തിൽ തന്നെ ഒരുപാട് ആക്രമണ പ്രത്യാക്രമണ തന്ത്രങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട്. ഒരുപാട് ഫിസിക്കൽ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ശാരീരികമായുള്ള ഒരുപാട് മൂവ്മെന്റുകൾ അടങ്ങിയിട്ടുള്ളതാണ് കളരി വന്ദനം. സോ നമുക്കൊന്ന് കളരി വന്ദനം കണ്ടുകൊണ്ട്, കളരി വന്ദനം ചെയ്തുകൊണ്ട് ഈ ആരംഭിക്കാം. വടിപ്പയറ്റാണ് അവതരിപ്പിക്കുന്നത്. വടിപ്പയറ്റ് അവതരിപ്പിക്കുന്നത് റഷ്യയിൽ നിന്ന് വന്ന് കോഴിക്കോട് നടക്കാവ് CVN കളരിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന 2 വിദേശികളാണ്. വടിപ്പയറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കളരിപ്പയറ്റിലെ ആദ്യം എടുക്കുന്ന ആയുധങ്ങളിൽ ഒന്നാണ്. ഒരു ആളുടെ ആവറേജ് അയാളുടെ ഹൈറ്റ് തന്നെയായിരിക്കും ആ വടിയുടെ നീളം എന്ന് പറയുന്നത്. ഒരേ സമയവും ആക്രമണവും പ്രത്യാക്രമണവും വടി കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ക്ഷമതയ്ക്ക് വേണ്ടിയുള്ള ബോഡി ഫ്ലെക്സിബിൾ ആയിട്ട് കിട്ടാനുള്ള കുറേ
കാലെടുപ്പുകളാണ്. നേർകാൽ, തിരിച്ചുകാൽ, വീതുകാൽ എന്നൊക്കെ പറഞ്ഞ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ദ കാൽസ്. അപ്പം ആ ഓരോ കാലുകളും നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. വീണ്ടും ഒരിക്കൽ കൂടി വടിപ്പായറ്റിന്റെ മറ്റൊരു വേഷം. അടുത്തതായിട്ട് നിങ്ങൾക്ക് മുന്നിൽ കളരിപ്പയറ്റിൽ രണ്ടാമതായിട്ട് എടുക്കുന്ന ആയുധമാണ് ചെറുവടി. ഒരു 3 അടി നീളത്തിലുള്ള ചെറുവടി ആക്രമണത്തിനും പ്രത്യാക്രമണത്തിനും ഉപയോഗിക്കുന്നു. ഇതിന്റെ വേഗതയാണ് ഇതിലെ മറ്റൊരു പ്രധാന ഘടകം. 1 മിനിറ്റിൽ 100 അടിയിൽ കൂടുതൽ വേഗതയിലാണ് നമ്മൾ ഈ ആയുധം ഉപയോഗിച്ച് ശീലിക്കുന്നത്. അടുത്തതായിട്ട് നിങ്ങൾക്ക് മുന്നിൽ 2 പേർ പരസ്പരം വാൾ ഉപയോഗിച്ച് മാത്രം, അതായത് പ്രതിരോധിക്കാൻ ഒരു പരിചയം പോലും ഇല്ലാണ്ട് വാൾ കൊണ്ട് മാത്രമുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങളാണ്. കളരിപ്പയറ്റിന്റെ പരിശീലന ഘട്ടത്തിൽ നമ്മൾ ആദ്യം ശരീരം കൊണ്ട് മാത്രമുള്ള അഭ്യാസങ്ങൾ പഠിച്ചു കഴിഞ്ഞാലാണ് വടി ഉൾപ്പെടെയുള്ള മരം കൊണ്ടുള്ള ആയുധങ്ങളിലേക്ക് കയറുന്നത്. അതിനുശേഷം 3ാമത്തെ സ്റ്റേജാണ് ലോഹനിർമ്മിതമായ ആയുധങ്ങൾ കൊണ്ടുള്ള പയറ്റുകൾ. ഈ ലോഹനിർമ്മിതമായ ആയുധങ്ങളിൽ ആദ്യം പഠിക്കുന്ന സാധനമാണ് കഠാരപ്പയറ്റ് എന്ന് പറയുന്നത്. ഒരു എതിരാളിയുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കുമുള്ള ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ആ 1 അടി നീളമുള്ള കഠാര ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മറ്റൊരു ആയുധങ്ങളോ അല്ലെങ്കിൽ മറ്റൊരു ഷീൽഡോ പരിചയമോ ഒന്നും നമുക്ക് ആക്രമണങ്ങളെ പ്രതിരോധിക്കാനില്ല. ഈ കഠാര തന്നെയാണ് നമ്മളെ ശരീരത്തിനെ കാത്തു സൂക്ഷിക്കുന്നതും. ഞങ്ങളുടെ ടീമിനെ കുറിച്ച് ഒന്ന് പ്രതിപാദിപ്പിക്കുന്നു. നടക്കാവ് CVN കളരി 1950 സ്ഥാപിതമായ നടക്കാവ് CVN കളരി 75ാമത്തെ വർഷത്തിലാണ് ഇന്ന് അഭിമാനത്തോടുകൂടി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. 75ാം വാർഷികാഘോഷം 2026 ജാനുവരി 10-ാം തീയതി കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ വെച്ച് വൈകുന്നേരം 6 മണിക്ക് നമ്മുടെ ടൂറിസം PWD മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് സാർ ഉദ്ഘാടനം ചെയ്യുന്നതുമുണ്ട്. ഈ 75 വർഷത്തിനിടയിൽ നടക്കാവ് CVN കളരി ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരുപാട് നാഷണലായിട്ടും ഇന്റർനാഷണൽ ആയിട്ടുമുള്ള ഒരുപാട് ഇവന്റുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ
വടക്കൻ വീരഗാഥ മുതൽ മലയാളത്തിൽ ഒരുപാട് പടങ്ങൾ, കൂടാതെ മലയാളത്തിൽ മാത്രമല്ല ബോളിവുഡിൽ ദിൽസെ, ലജ്ജ, ബാജിറാവു മസ്താനി, പത്മാവത് തുടങ്ങിയ സിനിമകളിലും. ഇതിനെല്ലാം ഉപരിയായിട്ട് ഹോളിവുഡിൽ ജാക്കി ചാൻ എന്ന മിത്തിൽ എതിരിട്ടതും നടക്കാവൂ CVN കളരിപ്പയറ്റ് അഭ്യാസികളാണ്. കൂടാതെ നാഷണൽ ഡിഫൻസ് കോളേജ് അവാർഡ് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പ്രമുഖമായ പല അവാർഡുകളും ഞങ്ങളെ തേടിയെത്തിയിട്ടുണ്ട്. അടുത്തതായിട്ട് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഉറുമിപ്പയറ്റാണ്. കളരിപ്പയറ്റിലെ ഏറ്റവും അപകടകരമായ ആയുധമാണ് ഉറുമിപ്പയറ്റ്. 6 അടി നീളത്തിൽ ഉറുമി പ്രത്യേകിച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ആയുധമാണ്. ആക്രമണവും പ്രത്യാക്രമണവും ഇതുകൊണ്ട് നടത്താൻ സാധിക്കും. പുരാതന കാലഘട്ടങ്ങളിൽ, പഴയ കാലഘട്ടത്തിൽ ഉറുമി ഒരു ബെൽറ്റായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ഒരു മാസീവ് എൻകൗണ്ടേഴ്സ് 4, 5, 10 പേര് വന്നു കഴിഞ്ഞാലും ഉറുമി ഉപയോഗിച്ചുകൊണ്ട് പ്രോപ്പറായിട്ട് ഉറുമി ഉപയോഗിക്കാൻ അറിയുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് അടുത്തേക്ക് ഒന്ന് അടുക്കാൻ പോലും സാധിക്കുകയില്ല. സോ ഉറുമിപ്പയറ്റാണ് നമ്മുടെ ഏറ്റവും അവസാനത്തെ ഐറ്റം. പ്രൗഡ്ലി പ്രസൻസ് ഓൺ യു. എല്ലാവരും ഷോ ഭംഗിയെ ആസ്വദിച്ചു എന്ന് കരുതുന്നു. ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചതിന് നന്ദി അർപ്പിച്ചുകൊണ്ട് പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ ചാലിയത്ത് നിന്ന് ബേപ്പൂരിലേക്ക് വരികയാണ്. ചാലിയത്തിൻ്റെയും ബേപ്പൂരിൻ്റെയും നടുവിലൂടെയാണ് ചാലിയാർ പുഴ അറബിക്കടലിലേക്ക് എത്തിച്ചേരുന്നത്. ഇവിടെ ഇവിടെ നമുക്ക് അഴിമുഖം കാണാം. ഈ അഴിമുഖത്തിലേക്ക് ബോട്ട് യാത്രകളുണ്ട്. വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഇത്. രാത്രിയിൽ ബേപ്പൂരിൻ്റെ സൗന്ദര്യം എങ്ങനെയുണ്ട്? ഗംഭീരമല്ലേ? ഇവിടെയാണ് വാട്ടർ ഫെസ്റ്റ് ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഒരിക്കൽ നമ്മൾ ബേപ്പൂർ സന്ദർശിച്ചാൽ ഒരിക്കലും മറക്കില്ല. 2 പുലിമുട്ട്, കടലിലേക്കുള്ള 2 പാലം, അതാണ് മെയിൻ അട്രാക്ഷൻ. കൂടാതെ ബോട്ടിംഗ്, പലതരത്തിലുള്ള വിനോദങ്ങൾ.